ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അഗെയിൻ. എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ മുൻ DCC പ്രസിഡന്റ് ND അപ്പച്ചന് കുരുക്കുമുറുകുന്നു. ND അപ്പച്ചന് വിജയൻ പണം നൽകിയെന്ന് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ ലഭിച്ചുവെന്ന കുറ്റപത്രത്തിൽ ഫോൺ സംഭാഷണത്തിലെ ശബ്ദം തന്റേതല്ലെന്ന അപ്പച്ചന്റെ വാദം പൊളിഞ്ഞു. ശബ്ദം ശാസ്ത്രീയ പരിശോധനയിലൂടെ അപ്പച്ചന്റേതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വിജയന്റെ ഡയറി കുറിപ്പിലും ND അപ്പച്ചൻ പണം നൽകിയതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ദീപക് മോഹൻ വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. വയനാട് DCC സ്ഥാനം, അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ACCയിലേക്ക് കൊണ്ടുപോവുകയാണ് ND അപ്പച്ചനെ ചെയ്തത്. ആ ND അപ്പച്ചനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളത്. ശാസ്ത്രീയ പരിശോധനയിൽ ആ ശബ്ദ സംഭാഷണം നിലവിൽ ND അപ്പച്ചൻ്റേത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ദീപക്? അരുൺകുമാർ, നേരത്തെ അതായത് DCC മുൻ ട്രഷറർ N.M. വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിലെ ആത്മഹത്യാ പ്രേരണ കേസിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ND അപ്പച്ചൻ, അതായത് മുൻ DCC പ്രസിഡന്റും ഇപ്പോഴത്തെ AICC അംഗവുമായ ND അപ്പച്ചനെതിരെ ഗുരുതര ആരോപണങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഈ സഹകരണ ബാങ്കുകളുടെ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ പണം, അതായത് നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട നേരത്തെ ലഭിച്ച പണം ND അപ്പച്ചന് N.M. വിജയൻ നൽകിയിരുന്നു. ആ പണം തിരികെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം N.M. വിജയന്റെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആ ശബ്ദ സന്ദേശത്തെ അന്വേഷണ സംഘം ND അപ്പച്ചനുമായി ND അപ്പച്ചന്റെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ തൻ്റേതല്ല ആ ശബ്ദം എന്നാണ് അന്ന് ND അപ്പച്ചൻ പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ആകാശവാണിയിൽ എത്തിച്ച് ND അപ്പച്ചന്റെ ശബ്ദം ശാസ്ത്രീയമായ പരിശോധന നടത്തി ഈ N.M. വിജയനുമായി നടത്തിയ സംഭാഷണത്തിലെ ശബ്ദം ND അപ്പച്ചൻ്റേതാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കുറ്റപത്രത്തിലുള്ളത്. ഏതായാലും ND അപ്പച്ചൻ കുരുക്കുമുറുകുകയാണ്. കൂടുതൽ അന്വേഷണത്തിൽ ND അപ്പച്ചൻ ഇതിൽ N.M. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല 100ഓളം അധികം സാക്ഷി മൊഴികളുമുണ്ട്. ഒപ്പം ND അപ്പച്ചന്റെ N.M. വിജയന്റെ ഡയറി കുറിപ്പുകളിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഈ നിയമന കോഴയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ ഡയറി കുറിപ്പിലുണ്ട്. ഈ പണം തിരികെ ചോദിച്ച സമയത്ത് ആ സമയം ND അപ്പച്ചൻ പറയുന്നത് താങ്കളുടെ ബന്ധുക്കളോ നാട്ടുകാരുടെയോ കയ്യിൽ നിന്ന് പണം തിരിമറിയായി തൽക്കാലത്തേക്ക് അത് ഡീൽ ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഡിജിറ്റൽ തെളിവുകളും ഒപ്പം ഡയറി കുറിപ്പുകളിലടക്കം ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. നേരത്തെ ഈ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ N.M. വിജയൻ നടത്തിയിരുന്നു. ഈ പണം കൂടുതലും ND അപ്പച്ചനും ഒപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും നൽകി എന്ന് വരെ നേരത്തെ കുടുംബം പ്രതികരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കുരുക്കുമുറുകുന്നത് മുൻ DCC പ്രസിഡന്റും ഇപ്പോഴത്തെ AICC അംഗവുമായ ND അപ്പച്ചനാണ്. അരുൺ, വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ND അപ്പച്ചന് കുരുക്കുമുറുകുന്നു എന്നുള്ളതാണ്. ആ ശബ്ദം തന്റേതല്ല എന്ന അപ്പച്ചന്റെ വാദം തള്ളിയിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനയിൽ പണം വാങ്ങിയത് താനാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഗൗരവമേറിയ ആരോപണങ്ങളാണ്.